എന്നിട്ട് യവനെയും കൂടെ ഒരു കടി. കൊലമാസ്. അപ്പൊ ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ഐറ്റമാണ്. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പഴങ്കഞ്ഞി എന്നാണ് പറയുന്നത്. പഴഞ്ഞി എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തലേ ദിവസത്തെ ബാക്കി വരുന്ന ചോറ് മൺചട്ടിയിൽ വെള്ളമൊഴിച്ച് വച്ചിട്ട് പിറ്റേന്ന് നമ്മൾ അതിൻ്റെ വേണ്ട വകഭേദങ്ങളെല്ലാം ചേർത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആരോഗ്യപരമായിട്ട് വളരെ ഗുണങ്ങളുള്ള ഒരു പഴങ്കഞ്ഞിയാണ്. ഇതിപ്പോഴും തലേ ദിവസം ബാക്കിയുള്ള ചോറ് ഈ മൺചട്ടിയിലാണ് ഉപയോഗിക്കേണ്ടത്. മൺചട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് മൺചട്ടിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മൾ അലൂമിനിയം പാത്രത്തിലോ മറ്റ് സ്റ്റീൽ പാത്രത്തിലോ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്വാദിന് ഒരു രുചിഭേദം വരും. അതുകൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്വാദിഷ്ടമായ ഒരു രുചി കിട്ടണമെങ്കിൽ നമ്മളത് കലത്തിൽ തന്നെ ഈ വെള്ളം ഒഴിച്ചു വയ്ക്കണം. ഈ മൺകലത്തിൽ ഒഴിച്ചു വയ്ക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. ഇതിനകത്ത് രാത്രി വെള്ളം ഒഴിച്ച് കിടക്കുന്ന ഈ ചോറിൽ അതിനകത്ത് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ മൈന്യൂട്ടായിട്ടോ ഇതിൻ്റെ ഈ മണ്ണ് കൊണ്ടുള്ള ചട്ടി ആയതുകൊണ്ട് അതിൽ ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ട് അതിൽ ഫെർമെന്റേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഡൈജഷന് വേണ്ട ബാക്ടീരിയകളെ വളരെ നല്ല രീതിയിൽ അത് ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പഴങ്കഞ്ഞി ബെസ്റ്റാണ്. നമ്മുടെ ദഹനത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമാണിത്. അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പുതിയ തലമുറയ്ക്ക് ഇത് വലിയ പരിചയം ഉണ്ടാവണമെന്നില്ല. ഞാനിത് പ്രത്യേകിച്ച് ഇത് എടുത്തപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഫാമിലി ഫ്രണ്ട് ഊട്ടിയിലുണ്ട്. പുള്ളി എന്നെ കാണാനിവിടെ വരുമ്പോഴത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നത് വരെയും പുള്ളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് എൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കൂട്ട് അത് എങ്ങനെയാണ് അതിനെ രുചികരമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് ഈ കഞ്ഞിക്കകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം. ഇത് ചെറിയ ഉള്ളി, പിന്നെ ഉണ്ടമുളക്, കാന്താരി മുളക് ഇടാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പഴങ്കഞ്ഞിയുമായിട്ട് യോജിപ്പിച്ചേക്കുകയാണ്. ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ എസൻസും അതിൽ പിടിക്കും. എന്നിട്ട് പഴങ്കഞ്ഞി നമ്മൾ പതുക്കെ ഇങ്ങനെ കോരി നമ്മുടെ ബൗളിലോട്ട് മാറ്റണം. നല്ല മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മൺചട്ടിയാണ്. പക്ഷേ ഇപ്പോഴേ ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന മൺചട്ടിയെല്ലാം യഥാർത്ഥ മണ്ണൊന്നും ഉണ്ടാക്കണമല്ല. അതെല്ലാം ഒരുപാട് കെമിക്കലെല്ലാം ചേർന്ന് ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഞാൻ പഴങ്കഞ്ഞി ഇങ്ങനെ കോരി എടുത്തു, ബൗളിലോട്ടാക്കി. ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്. ഇതിന്റെ കൂട്ടുകറി. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യം, നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ട് സ്പൂണെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ്, പിന്നെ കൈ എന്ന് പറയുമ്പോൾ ശുദ്ധമായ കൈ ആയിരിക്കണം, നഖമെല്ലാം വെട്ടി നല്ല വൃത്തിയായ കൈ ആയിരിക്കണം. ഇത് സ്വാദിഷ്ടമായിട്ട് കഴിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ പഴങ്കഞ്ഞി കൈ കൊണ്ട് തന്നെ ഇളക്കി തന്നെ കഴിക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് നല്ല ചമ്മന്തി, തേങ്ങയും മുളകും ഇഞ്ചിയും എല്ലാം വച്ച് ചേർത്ത ചമ്മന്തി കുറച്ച് അല്പം എടുക്കുക, പഴങ്കഞ്ഞിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പ്രധാനമായിട്ട് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മളെ ശുദ്ധമായ തൈര്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. പശുവും പാല് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ വീട്ടിനടുത്തുനിന്ന് വാങ്ങുന്ന പാലിൽ ശുദ്ധമായ തൈര് എടുത്ത് ഈ തൈരും അല്പം തൈര് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ പഴങ്കഞ്ഞിയായിട്ട് അങ്ങോട്ടങ്ങ് വട്ടിച്ചൊഴിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യുക. തൈര് പാകത്തിൽ, ചമ്മന്തിയും തൈരും കൂടെ ഇങ്ങനെ ഇളകണം. നല്ല നിങ്ങൾ കാണാൻ കണ്ടു നോക്കിയേ. ചമ്മന്തിയും തൈരും കൂടെ ഇട്ടങ്ങോട്ട് ഇളക്കണം. ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ചമ്മന്തി അരച്ചത് കണ്ടല്ലോ, നമ്മൾ കറി ലീവ്സ്, പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇതിനകത്തും ഈ പഴങ്കഞ്ഞിക്കകത്തും നമ്മൾ ചെറിയ ഉള്ളി ആദ്യമേ അരിഞ്ഞിടും അതിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം അഗ്രഗണ്യം എന്ന് പറയുന്നത് യവനാണ്, കാന്താരി മുളക് കേട്ടോ. അങ്ങനെ പഴങ്കഞ്ഞി ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഗംഭീരമായി ഇതിൻ്റെ കൂട്ട് അച്ചു ഈ കൂട്ടൊക്കെ കാണിച്ചു കൊടുത്തത്. ഈ കൂട്ട് പഴങ്കഞ്ഞി നമ്മൾ കാര്യമായിട്ട് ഇളക്കി, കൈക്ക് നല്ല തണുപ്പ് വരുന്നുണ്ട്. എന്നിട്ട് പഴങ്കഞ്ഞി ഇങ്ങനെ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ കോരും.
എന്നിട്ട് യവനെയും കൂടെ ഒരു കടി. കൊലമാസ്. ഈ ഇത്രയും സന്തോഷകരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിനി ഈ പുതിയ യുഗത്തിൽ എന്തെല്ലോ പുതിയ ഐറ്റങ്ങളെല്ലാം വരുന്നത്, ഇഡ്ഡലി, ദോശ, ഇതൊന്നും അതിനേക്കാളൊക്കെ ഏറ്റവും ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങൾ വളരെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ വലിയ ബിഷപ്പൊരുന്നൊന്നുമല്ല. പക്ഷേ നമ്മുടെ ദഹനത്തിനും ശരീരം തണുപ്പിക്കാനൊക്കെ ഈ പഴങ്കഞ്ഞി അത്യുത്തമമാണ്. കഴിക്കുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ അമേസിങ്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പലരും ഓരോരുത്തർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കഴിക്കാം. ചില ആൾക്കാർ ഉണക്ക മീൻ ഇതിന്റെ കൂട്ടത്തിലിടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുപയർ. അങ്ങനെ ചെറുപയർ തോരനുണ്ട്. ഈ ചെറുപയർ തോരനും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊരു നല്ല കോമ്പിനേഷനാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്തത് ഈ ചെറുപയറും പഴങ്കഞ്ഞിയും കൂടെ ഉള്ള നല്ലൊരു കോമ്പിനേഷൻ. ഇത് ഡെലിഷ്യസ്, ഗംഭീരം. പിന്നെ സൈഡ് ഡിഷായിട്ട് നമുക്ക് വേണമെങ്കിൽ മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരു മുട്ട പൊരിച്ചത് കൂടെ എൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും ഒരു ബൂസ്റ്റർ, എനർജി ബൂസ്റ്റർ അല്ലെങ്കിൽ ടേസ്റ്റ് ബൂസ്റ്റർ എന്ന് പറയുന്നത് നല്ല നാരങ്ങ അച്ചാറുണ്ട്. എല്ലാം ഹോം മെയ്ഡ് ഐറ്റംസ് ആണ്. വെളിയിൽ നിന്ന് വാങ്ങിയ ഒരു സാധനമില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ എല്ലാ ഐറ്റംസും എല്ലാം എടുത്തിട്ടാണ്. ഈ നാരങ്ങയും നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തതാണ്. നാരങ്ങ അച്ചാറും കൂടെ ഇതിലൂടെ ഇടണം. ഇട്ടിട്ട് ഒന്നും കൂടെ ഒരു പിടിയും കൂടെ പിടിക്കുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റ് ഒന്ന് മാറി വരും. എന്നിട്ട് നമ്മുടെതാ വന്നു കാന്താരി മുളക് എടുത്തിട്ട് ഒരു കടി. അസാധ്യം. അപ്പൊ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് രാവിലെ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പഴങ്കഞ്ഞിയിൽ ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ ശരീരത്തിന് ആകെ ഒരു അരച്ചു. വീട്ടിലുണ്ടായിരുന്ന കമ്പനി നല്ല എരിവുണ്ട്. എന്തായാലും അത് കോമ്പൻസേറ്റ് ചെയ്യാം. ഈ രുചിയുമായി താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്ക് സൂപ്പർ. അപ്പൊ ഇതാണ് പുതിയ തലമുറയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മൾ ഈ ജങ്ക് ഫുഡും ബർഗറും ഇതെല്ലാം കഴിഞ്ഞ് ശരീരം കേടാക്കേണ്ട, ശരീരത്തിന് ആരോഗ്യത്തിന് അത്യുത്തമമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് സാഹചര്യവും സൗകര്യമുള്ളവര് പഴങ്കഞ്ഞി റെഡിയാക്കുക. ദിവസം വേണമെന്നല്ല, ഒഴിച്ചിനെ വൈൽ, ഒഴിച്ചിനെ ബ്ലൂ മൂൺ വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ പ്രത്യേകം പറയാം, നമ്മുടെ തലേ ദിവസം ബാക്കി വരുന്ന ചോറ് പഴങ്കഞ്ഞി വരെ പ്രിപ്പയർ ചെയ്യണ്ട. തലേ ദിവസം ബാക്കി വരുന്ന ചോറ് നമ്മുടെ മൺചട്ടിയിൽ, നമ്മുടെ നാട്ടുപ്രദേശത്ത് കിട്ടുന്ന ശുദ്ധമായ മൺചട്ടിയിൽ, മൺകലത്തിൽ നമ്മൾ ചോറിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. രാവിലെ ഞാൻ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഏതൊക്കെയാണ്? നമ്മുടെ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ഈ ഉണ്ടമുളകും കൂടെ അങ്ങോട്ട് ഇടുക. കാന്താരി മുളക് ഒരു സൈഡ് ഡിഷ് അതിന്റെ സൈഡിൽ വെച്ചാൽ മതി. അവൻ നമ്മളിങ്ങനെ ഒന്നെടുത്തിട്ട് ഒരു പിടി പിടിച്ചിട്ട് ഈ കാന്താരിയോടെ കടിക്കുമ്പോഴത്തേക്കും മരണമാസ്. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. പിന്നെ ഇതില് യാതൊരു വിധ മായവും ഒന്നുമില്ല. എല്ലാം നമ്മുടെ നാടൻ വിഭവം, വീട്ടിൽ നിൽക്കുന്ന സാധനങ്ങളും ശുദ്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മള്
ആധികാരികമായി പറഞ്ഞാല് ശാസ്ത്രീയമായി തെളിയിച്ചാണെന്ന് പറഞ്ഞുകൂടാ, ഈ കാന്താരി മുളക് കൊളസ്ട്രോളിന് അലീച്ചുകളെ ഏറ്റവും ഉത്തമമാണെന്ന് കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ഞാൻ ഡോക്ടറൊന്നുമല്ല, അതിലൊരു ആധികാരിക സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട അനുഭവം എന്ന് പറയുകയാണ് കൊളസ്ട്രോളിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് ഈ കാന്താരി മുളക് കേട്ടോ. അപ്പൊ ആദ്യ ഘട്ടത്തിൽ ഞാൻ എന്തൊക്കെയാണ് ഇതിന്റെ മിക്സിംഗ് എന്ന് കാണിച്ചു, എന്തൊക്കെയാണ് ഞാൻ കൂട്ടത്തിലെടുത്തത്. അപ്പൊ എനിക്ക് പഴങ്കഞ്ഞി, ഞാൻ കുറച്ച് പഴങ്കഞ്ഞി കൂടെ എടുക്കുകയാണ്. കുറച്ച് പഴങ്കഞ്ഞി കൂടെ എടുത്തു. ഇനി ഇതിന് അഡീഷണൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, ഇതിന്റെ സ്വാദ് ഒന്നും കൂടെ നന്നായി വരണമെന്നുണ്ടെങ്കിൽ നല്ല നാടൻ പപ്പടം. അപ്പൊ ഇതിനകത്ത് പഴങ്കഞ്ഞിയുണ്ട്, ചമ്മന്തിയുണ്ട്, തൈര്, കുറച്ച് തൈരും കൂടെ, നല്ല കൂളിംഗ് ഏജന്റ് ആണ്, നല്ല കൂളിംഗ് ഏജന്റ്. ഒരല്പം കട്ട തൈരും കൂടെ കൊണ്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പിടിക്കുക, നല്ലവണ്ണം ഒന്ന് ഇളകി കൊടുക്കുക. ഇതൊന്ന് നോക്കിയേ, നല്ലവണ്ണം ഇളക്കി, നല്ല കൈക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. എല്ലാം കൂടെ നല്ല മിക്സായി. ഇനി ആ സ്വാദ് കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നല്ല പപ്പടം, നാടൻ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാർ. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് പരീക്ഷിച്ചു പോവുക. ഇത് വേറെ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു സാധനമില്ല. വീട്ടിൽ ബാക്കി വരുന്ന ചോറെടുക്കുക, വെള്ളം ഒഴിച്ച് വയ്ക്കുക, പ്രിഫറബിളി മൺകലത്തിൽ ഒഴിച്ച് വയ്ക്കണം. പിന്നെ ഈ പറഞ്ഞതെല്ലാം നല്ല ചമ്മന്തി, അച്ചാറ്, തൈര് മെയിനാണ്, നാടൻ തൈര്. പിന്നെ അഡീഷണൽ ആയിട്ട് പയറുണ്ടെങ്കിൽ പയർ, ഉണക്കമീൻ വറുത്തതുണ്ടെങ്കിൽ അതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഓംലെറ്റ്, അതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം പോലും വന്നു പോകും.